ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ എന്താന്ന് വീഡിയോസ് കാണാത്ത കാരണം എനിക്ക് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒന്നുമില്ല, ചെറിയൊരു മടി കാരണം ഞാൻ ഇന്നലെ ഇട്ടിട്ടില്ല. അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കഴിഞ്ഞാണ്ടേ ചോറിനൊക്കെ വെള്ളം തീയൂട്ടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പോൾ വിറകൊന്നും കത്തിയൊന്നും കിട്ടുന്നില്ല, നനഞ്ഞിട്ടേ. അപ്പോൾ ഞാൻ ആ ചൂടത്ത് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചോറിനൊക്കെ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പം ഇന്ന് നമുക്കൊരു പടുകൂട്ടാൻ ഉണ്ടാക്കണ ഇതേ വീഡിയോസ് ആട്ടെ ഞാൻ ഇന്ന് കാണിക്കണത്. ചേമ്പും പൂളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചേമ്പിൻ്റെ തണ്ടും കൂടി വേണമല്ലോ, അപ്പോൾ അതെടുക്കാൻ വേണ്ടി കണ്ട് പോയതാണ്. പിന്നെ കറൂത്ത ഉണ്ടല്ലോ, പപ്പായ, ഞങ്ങളവിടെയൊക്കെ കറൂത്താന്നിട്ടാ പറയാ. അതും വേണം. അതും പുറത്ത് ചെറിയൊരു മരമാണ്, അതിന് രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടായിക്കണ്. എന്താ പറയുക, ഒരു കൊച്ചറച്ചും കൊണ്ട് ഉണ്ടായിക്കണ്, അതുകൊണ്ട് ഒരു ഉഷാറില്ല. അപ്പം അതും പറിച്ചെടുക്കണം. ആദ്യമൊക്കെ നല്ലോണം കറുത്ത അവിടെ ഉണ്ടായിനി, ഇപ്പം ഇല്ല കേട്ടോ, ആ മരമൊക്കെ പോയി. അങ്ങനെ ഞാൻ കറുത്ത കണ്ടോ, ചെറിയ 2 കറുത്ത അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട്, കുഞ്ഞേതാണ്. അപ്പം അതും പൊട്ടിച്ചെടുത്തു. അങ്ങനെ നമ്മളെ കറുത്തിയും ചേമ്പും തണ്ടും ഒക്കെ ആയിട്ട് ഞാൻ അകത്തേക്ക് പോട്ടെ. കുറച്ച് ചേമ്പുണ്ട്, പിന്നെ കുറച്ച് പൂളയുണ്ട്. പൂള എന്ന് പറഞ്ഞാലേ ഇമ്മ ഇന്നലെ ഒന്ന് വന്നീന് കേട്ടോ, ഇവിടെ വന്ന് പോയി. അപ്പം ഇമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് പൂള. അപ്പം ഉപ്പാക്കവിടെ പൂള തൊടുവിൽ ഇപ്പം നട്ടുണ്ടാക്കിയാണ്. അപ്പം അത് പറിച്ചപ്പോൾ അത് കൊണ്ടുപോകുന്നതാണ്. ഈ കപ്പക്കാണ് കേട്ടോ ഞങ്ങൾ പൂള എന്ന് പറയണത്. പിന്നെ ഇതൊക്കെ പച്ചവായക്കൊക്കെ വേണം, അതൊന്നുമില്ല എൻ്റെ അടുത്ത് ഉള്ളത്. ഇപ്പോൾ ഈ 3-4 സാധനങ്ങളാണ്, അത് വെച്ചങ്ങാണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചേമ്പൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. അപ്പം ഞാൻ ചേമ്പും പൂളയൊക്കെ നന്നാക്കട്ടെ. അപ്പോൾ വാവ സ്കൂൾക്ക് പോയിട്ടില്ല, അവന് കാലുകൊണ്ട് സുഖമില്ലായിട്ടും പോയിട്ടില്ല. അപ്പോൾ ഓന് അവിടെ നല്ലൊരു പണിയിലാണ്. അപ്പോൾ അതേ അംഗൻവാടിയിലത്തെ ഒരു പ്രവർത്തനമാണ് കേട്ടോ, നമ്മളൊരു ബാഗ് തയ്യാറാക്കി കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ കുട്ടികളെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വരച്ചുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലിടുക. നമ്മൾ ആ ബാഗിൽ നമ്മൾ കുട്ടികൾ ഉണ്ടാക്കണതൊക്കെ അതിൻ്റെ ഉള്ളിലിടുക. അത് അംഗൻവാടിക്ക് കൊടുക്കാൻ നേരം കുറേ വൈകിക്കണം കേട്ടോ, കാരണം കുറേ ദിവസമായിട്ട് ടീച്ചർ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ അവിടെ എത്തിച്ചിട്ടില്ല. അപ്പോൾ ബാഗൊക്കെ തയ്യാറാക്കിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട്, സ്പൈഡർമാൻ്റെ പിരാന്തന്മാരാണല്ലോ ഓല്. അപ്പോൾ അതിന് വേണം, സ്പൈഡർമാൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതൊന്ന് ഒട്ടിച്ച് വെക്കിട്ട് പറഞ്ഞപ്പോൾ ഓന് ഞാൻ പണി കൊടുത്തതാണ്. ബാഗൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കണ്. അപ്പോൾ ഫോട്ടോസ് ഓന് വെട്ടിയെടുത്തങ്ങാണ്ട് അതിന് ഒട്ടിച്ച്. അകത്ത് കൂടെ നടക്കണേനൊന്നും ഓന് കുഴപ്പമില്ല, ചെരുപ്പിട്ടുങ്ങാണ്ട് പുറത്തിറങ്ങി നടക്കാനൊന്നും ഓരോ കാലുകൊണ്ട് ഓന് കഴിയൂല കേട്ടോ. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിക്കണ്. അപ്പോൾ അങ്ങനത്തെ ഇരുന്നിട്ടുള്ള പണിയൊക്കെ ഓന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കുറേ നേരം സമയം അങ്ങനെ പോവും. അപ്പോൾ ഞാൻ ഓനെ ഏൽപ്പിച്ചേക്കാണ്. അപ്പം അങ്ങനെ നമ്മളെ ചേമ്പും പൂളിയും ചേമ്പും തണ്ടും ഒക്കെ നന്നാക്കലൊക്കെ കഴിഞ്ഞിരിക്കണ്. ഞാൻ അതൊക്കെ നല്ലോണം മണ്ണുണ്ട്, അതൊക്കെ കേകിയെടുക്കുകയാണ്. കേകിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം ചേമ്പും തണ്ടൊക്കെ ആയിട്ട് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പണ്ടുള്ളവരൊക്കെ പറയണേക്കെ, അത് അടുപ്പത്ത് വെച്ചാൽ, ഞങ്ങളെ അമ്മയൊക്കെ ഉണ്ടായിനെന്ന് പറയും, ഇത് ചേനയൊക്കെ നമ്മൾ കൈ ഇങ്ങനെ നന്നാക്കുമ്പോൾ ചൊറിയുമല്ലോ. അപ്പോൾ ചൊറിയുമ്പോൾ അമ്മ പറയും, അടുപ്പത്തേക്കാണ് വെച്ചാൽ അത് തിളക്കുമ്പം, അത് നമ്മളുണ്ടല്ലോ അടുപ്പത്ത് വെച്ച് തള വരുമ്പം നമ്മളെ കൈയിൻ്റെ ചൊറിച്ചിൽ മാറുമല്ലോ. എനിക്കത് ശരിയായി തോന്നിയിരിക്കണം കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ 2 തള തിളക്കുമ്പോഴത്തേന് നമ്മളെ കൈയിൻ്റെ ചൊറിച്ചിൽ മാറും. പെട്ടെന്ന് വേഗം വെച്ചളറിയും. അങ്ങനെ ഞാൻ വേഗം കഴുകിങ്ങാണ്ട് കട്ട് ചെയ്ത് കണ്ട് ഞാൻ കുക്കർക്ക് ഇടട്ടെ. അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ നല്ലോണം കഴുകിയെടുത്ത് ഞാൻ കുക്കർക്ക് ഇടട്ടെ. പിന്നെ ഇതൊക്കെ മസാലപ്പൊടികളായിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കഴുകി ഇട്ട് കൊടുക്കുമ്പോഴാണ് പൂള കട്ട് ചെയ്യാത്തൊക്കെ കാണുന്നത്. ഞാനിങ്ങനെ പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ അയക്കണം. ഞങ്ങൾ ആദ്യം താമസിച്ചത് കരുളായി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ താമസിച്ചപ്പോൾ അവിടെ ഉണ്ട് ഞങ്ങളെ തൊട്ടടുത്തത് താത്തയും. ഇടക്കിടക്ക് ഇങ്ങനെ ചേമ്പും തണ്ടും പൂളിയും കൂട്ടാണ്ടാക്കിയിട്ട് ഇങ്ങനെ എനിക്ക് തരും കേട്ടോ. അപ്പോൾ താത്ത ഉണ്ടാക്കണ കഴിച്ചുകൊണ്ടുള്ള ശീലമുള്ളൂ. അപ്പം ഞാനങ്ങനെ ഉണ്ടാക്കലില്ല. അവിടുന്ന് ഇങ്ങോട്ട് താമസം മാറിയപ്പോഴേ താത്താൻ്റെ പടുകൂട്ടാനൊക്കെ നല്ല മിസ്സിങ്ങാണ്. അങ്ങനെ കൂട്ടാനിങ്ങനെ അരിയുമ്പോൾ എനിക്ക് താത്താനെ പെട്ടെന്ന് ഓർമ്മ വന്ന്. അതൊക്കെ കുക്കറിലിട്ടുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ ഒരു 3-4 വിസിൽ അടിച്ചിട്ടെ ഞാൻ ഓഫ് ചെയ്തത്. ഈ പടുകൂട്ടാനൊക്കെ വേവേറിയാൽ കുഴപ്പമില്ല, വേവാ എന്നാലാണ് വിഷയം. അപ്പോൾ ഞാനൊരു 3-4 വിസിലിനാണ് ഓഫ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ചോറൊക്കെ അരിയൊക്കെ ഇട്ടുകൊണ്ട് തളിച്ചിക്കണം. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വാവന്ന് സ്കൂൾക്ക് പോയിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ നല്ല വേവുള്ള അരി അതി, അപ്പോൾ അത് തീമിട്ടതാണ്. ആക്കും പോലെ അവിടെ കടന്ന് വെന്തോട്ടെ വിചാരിച്ച്. അല്ലെങ്കിൽ റേഷൻ അരിയാണ് ഞാൻ തീമിടല് സ്കൂൾ ഉണ്ടാകുമ്പോൾ. അങ്ങനെ അതിൻ്റെ ഇടയിൽ മീൻ കിട്ടിയിരിക്കണം കേട്ടോ, മത്തിയാണ് കിട്ടിയിരിക്കണം. മത്തിക്കൊക്കെ പെരും വില, പൊന്നിൻ്റെ വില അറിഞ്ഞ് കേട്ടിട്ടില്ലേ, ആ വില മത്തിക്കൊക്കെ. നല്ല പനഞ്ഞുള്ള മത്തിയാണ്. അങ്ങനെ വിസിലൊക്കെ അടിച്ച് ഞാൻ ഓഫ് ചെയ്ത് അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് ഞാൻ തുറന്നെടുത്തപ്പോൾ നല്ലോണം വെന്തിക്കണം കേട്ടോ. ഞാനൊരു കയ്യിലൊക്കെ എടുത്തങ്ങാണ്ട് നല്ലോണം ഇളക്കി ഇങ്ങനെ കൊടുക്കണ ഇടയിൽ എനിക്കൊരു എന്താ പറയുക, ഒരു സംഭവം ഓർമ്മ വന്നു. പണ്ടത്തെ നൊസ്റ്റുണ്ടല്ലോ, നമ്മളൊക്കെ ചെറിയ കുട്ടീനെന്ന്, ഞാനൊക്കെ ചെറിയ കുട്ടീനെന്ന് ഇങ്ങനെ ഉമ്മയൊക്കെ കൂട്ടാൻ വെക്കുമ്പം പിന്നെ ഈർക്കിളി ഉണ്ടല്ലോ, ഈർക്കിളി കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കും. ഈ എന്താ പറയുക, ചേമ്പ്
ഇങ്ങനെ കഴിക്കും. ഭയങ്കര രസമാണ്. അതുകൊണ്ട് മനസ്സിൽ വന്നു. നമ്മളമ്മമാർക്ക് നമ്മളിപ്പോഴും കുട്ടികളല്ലേ, നമ്മൾ തള്ളാരയിക്കണം പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയിങ്ങാണ്ട് ഓലക്കൊടി വന്നൊരു ഈർക്കിളിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ആ നൊസ്റ്റൊന്ന് പുതുക്കുകയാണ്. ഇതെന്താ, അത് ഭയങ്കര ഫീലാട്ടോ, ഭയങ്കര രസം ഇങ്ങനെ കഴിക്കാനൊക്കെ. ഇതന്നെ കൈലോണ്ട് നല്ലോണം കുത്തി ഉടച്ചും ചെയ്തിരിക്കണത്. അപ്പം ഇളക്കി നോക്കുകയാണ്, എവിടെയെങ്കിലും ഉടയാത്ത ഉണ്ടോ നോക്കുകയാണ്. ഏതായാലും ചെറുത് 2 കിട്ടി. ആദ്യം അതൊക്കെ അംഗൻവാടിക്ക് പോയതാണ്, അപ്പോൾ ഓല് കാണണ്ട. ഏതായാലും അതൊക്കെ എടുത്തുങ്ങാണ്ട് ഞാൻ കഴിച്ചിട്ടോ. അങ്ങനെ കുത്തി കുറച്ച് നേരമൊക്കെ കണ്ട് നിന്നിക്കണം കേട്ടോ, എന്നിട്ടാണ് കഴിച്ചത്. വലിയ വലിയ ചേമ്പൊക്കെ ഉണ്ടായിനി, അതൊക്കെ ഉടച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും ചെറുത് 2 കിട്ടി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ചതവ് ഇട്ട് കൊടുക്കണതൊക്കെ. അപ്പോൾ ഞാൻ തേങ്ങയും ഒരു അരമുറി തേങ്ങയും ചെറിയുള്ളിയും നമ്മളെ കാന്താരി ഇട്ടുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കുക. അങ്ങനെ തേങ്ങയൊക്കെ ചതച്ചെടുത്തത് നമ്മളെ പടുകൂട്ടാനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്താ പറയുക, നമ്മളെ പൂളയൊക്കെ നല്ലോണം ഇട്ട് വെന്തുടഞ്ഞിക്കണം. ഇതൊക്കെ നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതിട്ട് കൊടുക്കണവരുണ്ട് കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അതേപോലെ മഞ്ഞപ്പൊടി ഇടാതെ വൈറ്റ് കളറിൽ ഉണ്ടാക്കണവരും ഉണ്ട്. എൻ്റെ അമ്മയൊക്കെ വൈറ്റ് കളറാണ് ഉണ്ടാക്കുക, വെള്ള കളറ്. അപ്പോൾ ഞാനൊന്ന് അറമാറാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിക്കണം. അങ്ങനെ പിന്നെ ഞാൻ ആ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ടും ഒഴിച്ചു കൊടുത്തിക്കണം കേട്ടോ. കുറച്ച് ലൂസിലാക്കി കൊടുത്തിക്കണം. കാരണം എന്താ പറയുക, ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് ഉറച്ച് വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ലൂസാക്കി കൊടുത്തിക്കണം. പൂളല്ലേ, അപ്പം ഒന്നും കട്ടായി വരും. അങ്ങനെ അതൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് തിള വന്നിട്ട് നമുക്ക് തൂമിച്ചെടുക്കാം. ഈ കൂട്ടാനൊക്കെ ശരിക്കും മീൻ കറിയും വേണം. അപ്പം ഞാൻ മീൻ കറി വെച്ചേക്കല്ല, പൊരിച്ചേക്കാണ്. ഇന്നലത്തെ കുറച്ച് ചിക്കൻ മുളകിട്ടത് ബാക്കിയുണ്ട്. അപ്പം ഞാൻ അത് ഒഴിച്ചുകൊണ്ട് കൂട്ടാൻ ഇപ്പോൾ വേറെ കറി ഉണ്ടാക്കണില്ല, വിചാരിച്ചാൽ പൊരിച്ചു കൊടുത്തത്. കാരണം മീൻ പൊരിച്ചാണെങ്കിലേ മക്കളൊക്കെ കഴിക്കുള്ളൂ, കറി വെച്ചാൽ ആരും കഴിക്കൂല. ഇപ്പോഴത്തെ മക്കൾക്കൊന്നൊക്കെ പൊരി മതിയല്ലോ, കറി വേണ്ടല്ലോ. നമുക്ക് വറവ് ഇട്ടെടുക്കുക. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, അതും ചൂടായപ്പോൾ കടുകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മളെ പടുകൂട്ടാനൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളെ പടുകൂട്ടാൻ റെഡിയായി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സെറ്റായി അറിഞ്ഞാൻ. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഇടക്കിടക്ക് ഉണ്ടാക്കൂലേ കൂട്ടാനും കഞ്ഞിയൊക്കെ കഴിക്കാറും. ഇപ്പം അങ്ങനെ ആരും ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാക്കണവരുണ്ടാവും, എന്നാലും വളരെ കുറവാണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കൽ. അപ്പം ഇനി അതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് അവിടെ അടച്ച് വെക്കാം. മീൻ പൊരിക്കാനൊക്കെ ഉണ്ട്. ചോറ് ഊറ്റാണ്ട്, ചോറ് വേവാനയക്കണ്. അരി ഇട്ടിട്ടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു, എന്നിട്ടും ചോറ് വന്നിട്ടില്ല. ഏതായാലും ഞാൻ ചോറ് ഊറ്റിയെടുക്കട്ടെ. ചിലപ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ ഒരു മടിയാണ്, അപ്പോൾ അങ്ങനെ എടുക്കാൻ എന്നാലും വീഡിയോസ് ഇടാഞ്ഞത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഈ രാവിലെ മുതൽ ഉച്ച വരെ വീഡിയോസ് എടുത്തുങ്ങാണ്ട് അത് ഇങ്ങോട്ട് എഡിറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മളൊരു 2-3 മണിക്കൂറത്തെ വീഡിയോ ഒരു 10 മിനിറ്റ് ആക്കി ചുരുക്കണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നല്ലോണം കഷ്ടപ്പാടുണ്ട്. അപ്പം അങ്ങനെ അത് ഇങ്ങനെ എഡിറ്റ് ചെയ്തിരിക്കാൻ മടിച്ചിട്ട് അങ്ങനെ ഇന്നലെ അവിടെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോസ് ഇടാഞ്ഞ ഒരു മടി. അങ്ങനെ ചോറ് കൂട്ടിനിടയിലൊക്കെ അവിടെ പെരും മഴയാണ് കേട്ടോ. എന്തോ ഒരു മഴ എന്നൊക്കെ ഇന്നലെ ഇന്നും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്. അങ്ങനെ ചോറായ അടുപ്പത്ത് ഞാൻ അപ്പോൾ നല്ല തീയുണ്ട്. അപ്പോൾ ഞാൻ മീനും അവിടെ തന്നെ പൊരിച്ചിട്ട് വിചാരിച്ചാൽ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇനി മീനും അവിടെ തന്നെ പൊരിച്ചെടുക്കുക. മഴ ആയാലേ അടുപ്പ് കത്തി കിട്ടാനാണ് പണി, കത്തിയാലോ നല്ല ചൂടുമാണ്. അപ്പോൾ ഞാൻ ഓയിലാട്ടോ മീൻ പൊരിച്ചെടുക്കണത്. വെളിച്ചെണ്ണ ഒന്നും ഇപ്പോൾ എടുക്കൂലല്ലേ, പൊന്നിൻ്റെ വിലയാണ് വെളിച്ചെണ്ണക്കൊക്കെ. ആദ്യമൊക്കെ മീൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചിനി, ഇപ്പോൾ വെളിച്ചെണ്ണ എടുക്കലില്ല, അപ്പോൾ ഫുള്ള് ഓയിലാണ്. അപ്പോൾ തൂമിക്കാൻ മാത്രമേ വെളിച്ചെണ്ണ എടുക്കുള്ളൂ. അങ്ങനെ ഓയിലൊക്കെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് പടുകൂട്ടാനും മീൻ പൊരിച്ചതും കുറച്ച് ചിക്കൻ മുളകിട്ട് ഇന്നലത്തെ ബാക്കിയുണ്ട്, അതും മതി. അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല. കറി പിന്നെ അധികം ഇവിടെ ആർക്കും വേണ്ട. മക്കൾക്ക് ഉപ്പേരിയോ വല്ല മീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലോണം വയററച്ച് ചോറുന്നു. മുളകിട്ടതാണെങ്കിൽ ഞങ്ങൾ 2 മാത്രം കഴിക്കേണ്ടി വരും. അങ്ങനെ മീനൊക്കെ കടന്ന് പൊരിയട്ടെ. അപ്പോൾ ഞാൻ ഇന്നും 2:30 ആകുമ്പോഴാണല്ലോ വീഡിയോ അപ്ലോഡ് ആക്കല്. അപ്പോൾ 2:30ക്ക് വീഡിയോ കാണാത്തതുകൊണ്ട് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടിക്കണം കേട്ടോ, എന്താ അപ്പം വീഡിയോസ് കാണാത്ത, എന്ത് പറ്റി വെച്ചിങ്ങാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ടൊരു മടി, അത്ര തന്നെ ഉള്ളൂ. അപ്പം മിഞ്ഞാന്നത്തെ വീഡിയോസിലൊരു കമൻറ്റ് വന്നിനി, ഫിൽസ ഫാത്തിമ പറഞ്ഞ ഒരു ഐഡിയിൽ നിന്നാണ്. ആ ഐഡിയിൽ നിന്ന് നമ്മളെ എല്ലാ വീഡിയോസിനും കമൻറ്റ് വരലുണ്ട്. അപ്പം ഇന്നലെ ചോദിച്ചിനി മൺപാത്രങ്ങൾ കടയിലുണ്ടോ ചോദിച്ചിനി. അപ്പോൾ മൺപാത്രം നമ്മളെ കടയിലില്ല കേട്ടോ. അപ്പം അധിക വീഡിയോസിലും മൺപാത്രം കണ്ടതുകൊണ്ട് ഇക്കാരാ ചോദ്യം വന്നത്. നമ്മളെ കടയിൽ മൺപാത്രമല്ല കേട്ടോ, ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ കുളി നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ ജുമായ്ക്ക് വന്നിരിക്കണത് വെള്ളിയാഴ്ച ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ. കുളി പറഞ്ഞപ്പോൾ രാവിലെ ഞാൻ തല നനച്ച് കുളിക്കലായി, മൈഗ്രെയിൻ്റെ വേദന ഉള്ളത് കാരണം. പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാണ് മേലേക്കും, അത്ര തന്നെ. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവരൊക്കെ അങ്ങനെ നേരത്തെ ഒന്ന് കുളിച്ച് നോക്കണ്ടി. എനിക്ക് പിന്നെ അവിടെ പോയി വന്നിട്ട് ഇതുവരെ മൈഗ്രെയിൻ ഉണ്ടായിട്ടില്ല. അതും വേറെ ആൾക്കാർ എനിക്ക് വിളിച്ച് ചോദിച്ചു ഇനി മൈഗ്രെയിൻ പിന്നെ ഉണ്ടായോ എന്ന് ചോദിച്ചു കണ്ട്. അപ്പം ഇതുവരെ എനിക്കില്ല. ഇന്നലെ ഞാൻ പെരിന്തൽമണ്ണ വരെ യാത്ര ചെയ്തു, എന്നിട്ടും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നമ്പർ കൊടുത്തേക്കണ്, അതിൽ ഒന്ന് വിളിച്ചുകൊണ്ട്
ഒന്ന് അന്വേഷിച്ചാൽ മതി. അപ്പം പോണ്ടികൾക്ക് പോവട്ടോ. പിന്നെ നേരത്തെ രാവിലെ കുളിച്ചാലേ നമ്മളെ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.